2013 ബിഗ് ഹിറ്റ് എന്ന കടക്കെണിയിലായ ഒരു ചെറിയ കമ്പനിയിൽ നിന്നാണ് ദ ബാങ്ക്ടൺ ബോയ്സ് അഥവാ BTSന്റെ തുടക്കം. BTSൽ 7 മെമ്പേഴ്സാണുള്ളത്. RM, V, J-Hope, Jin, Jimin, Suga ആൻഡ് ജങ്കുക്ക്. വലിയ കമ്പനികളിലെ ബാൻഡുകൾ ഇവർക്ക് വെല്ലുവിളിയായിരുന്നു. തുടക്കകാലത്ത് BTS അറിയപ്പെടാത്ത ബാൻഡായിരുന്നതുകൊണ്ട് അവർ അവതരിപ്പിച്ച പല പരിപാടികളും വെട്ടിച്ചുരുക്കി സംപ്രേഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പാട്ടിൻ്റെ വരികളും വസ്ത്രധാരണവുമൊക്കെ മറ്റു പ്രശസ്ത ഗ്രൂപ്പുകളെ അനുകരിച്ചതാണെന്ന ആരോപണം ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം BTS ഡിസ്ബാൻഡ് ചെയ്യുന്നതിനെക്കുറിച്ച് പോലും അവർ ആലോചിച്ചിരുന്നു. പെർഫെക്റ്റ് ആയിട്ട് ലുക്കില്ലാത്തതിൻ്റെ പേരിൽ ആളുകളുടെ ക്രൂരമായ പരിഹാസങ്ങൾ അവരെ കൂടുതൽ ഇൻസെക്യൂർ ആക്കി. ചിലർ കടുത്ത ഡിപ്രഷനിലൂടെയും ആൻസൈറ്റിയിലൂടെയും കടന്നുപോയി. ഒരു ചെറിയ ഗാരാജിലായിരുന്നു അവർ പരിശീലനം നടത്തിയിരുന്നത്. പണമില്ലാത്തതിനാൽ വർഷങ്ങളോളം ഒരു ചെറിയ സിംഗിൾ റൂമിലാണ് ഇവർ 7 പേരും താമസിച്ചത്. മറ്റു ബാൻഡുകൾ BTSനെ തകർക്കാൻ നോക്കിയിരുന്നു, എന്നാൽ അവർ തോൽക്കാൻ തയ്യാറായില്ല. RM ആണ് ബാൻഡിൻ്റെ ലീഡർ. ഹൈ IQ ഉള്ളതുകൊണ്ടും പഠനത്തിൽ മിടുക്കനായിരുന്നതുകൊണ്ടും RMന്റെ പാരൻസ് ആദ്യമൊക്കെ മകൻ്റെ മ്യൂസിക്കിനോടുള്ള പാഷൻ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. നിരന്തരമായ പരിശ്രമവും ഡെഡിക്കേഷനും കണ്ട് പിന്നീട് മാതാപിതാക്കൾ RMനെ സപ്പോർട്ട് ചെയ്തു. ലുക്കിൻ്റെ പേരിൽ ഒത്തിരി പരിഹാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടും ഫാസ്റ്റ് റാപ്പറായും സോങ് റൈറ്റിങ്ങിലൂടെയും ലോകത്തെ സ്വാധീനിക്കാൻ RMന് സാധിച്ചു. BTSന്റെ ഭൂരിഭാഗം ഹിറ്റ് സോങ്സും എഴുതുന്നതും നിർമ്മിക്കുന്നതും RM ആണ്. ഇംഗ്ലീഷ് ഫ്ലുവൻസിയും കാര്യങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കാനുമുള്ള കഴിവും ഉള്ളതുകൊണ്ട് ഇൻ്റർനാഷണൽ ഷോകളിലും ഇൻ്റർവ്യൂകളിലും BTSന്റെ സ്പോക്സ് പേഴ്സൺ RM ആണ്. ജിൻ. സാമ്പത്തികമായി ഉയർന്ന ബിസിനസ് ഫാമിലിയിൽ നിന്നാണ് ജിൻ. മികച്ച വിഷ്വൽ, സ്റ്റേബിൾ വോക്കൽസ്, ആക്ടിംഗ് സ്കില്ലുള്ള ജിൻ BTSൽ ആദ്യം ജോയിൻ ചെയ്ത സമയങ്ങളിൽ സിംഗിങ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതിരുന്നിട്ടും ടാലൻറ്റ് കുറവാണ് എന്ന ക്രിറ്റിസിസം മറികടക്കാൻ വോക്കൽ ആൻഡ് ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് സ്വന്തം കഴിവ് പരിശ്രമത്തിലൂടെ വളർത്തി. ഷുഗർ. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുടുംബത്തിൽ ഒരാളായിരുന്നതുകൊണ്ട് മ്യൂസിക് പെർസ്യൂ ചെയ്യാൻ ഫാമിലി സപ്പോർട്ട് ഇല്ലായിരുന്നു. ട്രെയിനി ആയിരുന്നപ്പോൾ ഡെലിവറി ബോയായി പാർട്ട് ടൈം ജോലി ചെയ്ത് മ്യൂസിക് പ്രൊഡക്ഷൻ പഠിക്കുകയും രാത്രി ഉറങ്ങാതെ കഠിനമായ പരിശീലനത്തിലൂടെ ലീഡ് റാപ്പർ, സോങ് റൈറ്റർ, പ്രൊഡ്യൂസർ എന്നീ മേഖലകളിൽ വിജയിച്ചു. J-Hope. ബാൻഡിലെ മെയിൻ ഡാൻസറും ഡാൻസ് ലീഡറുമായ J-Hope ട്രെയിനിങ് കാലയളവിലുണ്ടായ മെൻ്റൽ പ്രഷർ കാരണം ഗ്രൂപ്പ് വിട്ട് പോകാമെന്ന് പോലും കരുതിയിരുന്നു. എന്നാൽ കൂടെയുള്ള മെമ്പേഴ്സിൻ്റെ സപ്പോർട്ടും കരുതലുമാണ് പിന്നീട് ബാൻഡിൽ തുടരാൻ പ്രേരിപ്പിച്ചത്. റാപ്പ് ചെയ്യാൻ അറിയാതിരുന്നിട്ടും നിരന്തരമായ പ്രാക്ടീസിലൂടെ മികച്ച റാപ്പറായി മാറി. ജിമിൻ. കണ്ടംപററി ഡാൻസ് സ്കിൽ, ഇമോഷണൽ വോക്കൽസുള്ള ജിമിൻ ട്രെയിനിങ് കാലയളവിൽ തൻ്റെ കഴിവിൽ സംശയമുണ്ടായിരുന്നതിനാൽ ദിവസവും വെറും 3 മണിക്കൂർ മാത്രം ഉറങ്ങി ബാക്കി സമയങ്ങളിൽ പരിശീലനത്തിനായി മാറ്റിവെച്ചാണ് കഴിവുകൾ സ്വയം മെച്ചപ്പെടുത്തിയത്. വി. ഡീപ്പ് വോയിസ്, നാച്ചുറൽ ആക്ടിംഗ് സ്കിൽ, പവർഫുൾ സ്റ്റേജ് പ്രസൻസ് ഉള്ള വി ദരിദ്രമായ കർഷക കുടുംബത്തിൽ നിന്നാണ്. മ്യൂസിക്കിനോടുള്ള താല്പര്യം കാരണം സാക്സോഫോൺ പഠിക്കുകയും പിന്നീട് യാദൃശികമായി BTSന്റെ ഓഡിഷനിൽ പങ്കെടുത്ത് സെലക്ട് ചെയ്യപ്പെട്ടു. തുടക്കകാലത്ത് ഹിഡൻ മെമ്പറായി മാത്രം നിൽക്കേണ്ടി വന്നത് നിരാശപ്പെടുത്തിയെങ്കിലും ഹാർഡ് വർക്കിലൂടെ തൻ്റെ ഡീപ്പ് വോയിസ് പാട്ടുകൾക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റിയെടുക്കുകയും തനതായ സ്റ്റൈൽ രൂപപ്പെടുത്തി ലോകമാരാധിക്കുന്ന താരമായി ഉയർന്നു. ജങ്കുക്ക്. 15-ാം വയസ്സിൽ BTS ഗ്രൂപ്പിൽ സെലക്റ്റായ ജങ്കുക്ക് സിംഗിങ്, ഡാൻസ്, റാപ്പ്, സ്പോർട്സ് എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ച ഓൾറൗണ്ടറാണ്. തുടക്കത്തിൽ ഷൈ ആയിരുന്നുവെങ്കിലും അമേരിക്കയിൽ പോയി വോക്കൽ ആൻഡ് ഡാൻസ് ട്രെയിനിങ് വഴി തൻ്റെ യുണീക്ക് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്ത് BTSന്റെ മെയിൻ വോക്കലിസ്റ്റായി മാറി. എന്തുകൊണ്ടാണ് BTSന്റെ പാട്ടുകൾ ലോകത്തെ സ്വാധീനിക്കുന്നത്? തങ്ങളുടെ പാട്ടുകളിലൂടെ അവർ പങ്കുവച്ചത് അവരുടെ ജീവിതാനുഭവവും വിദ്യാർത്ഥികളും യുവജനങ്ങളും സമൂഹത്തിൽ നേരിടുന്ന സമ്മർദ്ദങ്ങളും പ്രതിസന്ധികളെക്കുറിച്ചുമാണ്. കൊറിയൻ ഭാഷയിലായാലും സെൽഫ് ലവ്, ഹോപ്പ്, ഹീലിംഗ്, നെവർ ഗിവ് അപ്പ് എന്നീ സന്ദേശങ്ങൾ യൂണിവേഴ്സൽ ഇമോഷൻസ് ആയതിനാൽ ലോകമൊക്കെയുമുള്ള ആളുകൾക്ക് ഇത് സ്വന്തം അനുഭവം പോലെ തോന്നുന്നു. ഡൈനമൈറ്റ്, വരൾ തുടങ്ങിയ ഹിറ്റുകൾ ബിൽബോർഡ് ചാർട്ടുകളിൽ ഒന്നാമതെത്തുകയും ഗ്രാമി നോമിനേഷൻ നേടുകയും ചെയ്തു. സംഗീതത്തിന് പുറമെ ലോകത്തെ സ്വാധീനിക്കുന്ന വലിയൊരു സോഷ്യൽ ഫോഴ്സ് കൂടിയാണ് BTS. അവരുടെ യുണിസെഫ് ലവ് മൈസെൽഫ് ക്യാമ്പയിൻ വഴി ഏകദേശം $5 മില്യൺ അധികം തുകയാണ് കുട്ടികളുടെ സംരക്ഷണത്തിനായി സമാഹരിച്ചത്. വംശീയ അധിക്ഷേപങ്ങൾക്കെതിരെ ബ്ലാക്ക് ലിവ്സ് മാറ്റർ മൂവ്മെൻറ്റിന് അവർ നൽകിയ $1 മില്യൺ ഡൊണേഷൻ ലോകമൊക്കെയുമുള്ള ആളുകൾക്ക് ഇൻസ്പിറേഷനായിരുന്നു. പാട്ടുകൾ പാടുക മാത്രമല്ല, തങ്ങളുടെ ഗ്ലോബൽ ഇൻഫ്ലുവൻസ് എങ്ങനെ ക്രിയാത്മകമായി ഉപയോഗിക്കാമെന്ന് അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു. അവരെ പിന്തുടർന്ന് അവരുടെ ആരാധകരായ ആർമിയും ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള ചാരിറ്റി വർക്ക്സ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഡെഡിക്കേഷൻ, കമ്മിറ്റ്മെൻറ്റ്, പാഷൻ, ഹാർഡ് വർക്ക് എന്നിവയിലൂടെ പരാജയങ്ങളെ അതിജീവിച്ച് വിജയിച്ച ഈ 7 പേരുടെ ജീവിതം നമുക്ക് നൽകുന്നത് പ്രതീക്ഷയാണ്. കാരണം അവർക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായും നമുക്ക് സാധിക്കും.
ലോകത്തിൻ്റെ ഏത് കോണിലായാലും പ്രതിസന്ധികൾ തളരാതെ പോരാടാൻ നിങ്ങൾ തയ്യാറാണോ? റെഡിയാണെങ്കിൽ കിം തെയോങ് പറഞ്ഞു നോക്കുക, "When things get hard, stop for a while and look back and see how far you have come. Don't forget how rewarding it is. You are the most beautiful flower more than anyone else in this world." നിങ്ങളെ തളർത്താൻ നോക്കുന്ന ഈ ലോകത്തിന് മുന്നിൽ നിങ്ങളുടെ വിജയം കൊണ്ട് മറുപടി നൽകുന്ന ആ നിമിഷത്തിനായി കഠിനമായി പോരാടുക. കാരണം ഓരോ തകർച്ചയ്ക്കും ശേഷമാണ് ചരിത്രം കുറിക്കുന്ന തിരിച്ചുവരവുകൾ ഉണ്ടാകുന്നത്. സ്വപ്നം ചെറുതായാലും വലുതായാലും കഠിനാധ്വാനവും വിശ്വാസവും സ്ഥിരതയും ഉണ്ടെങ്കിൽ ലോകം ഒരു ദിവസം നിന്റെ വിജയകഥ കേൾക്കും. This is Selfie. Look into yourself and transform your life.